Hi students, now we are discussing consignment and joint venture. Block 5 ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 50 യൂണിറ്റ് 15 ആണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആണ്. എന്താണ് കൺസൈൻമെൻറ്റ്? നമ്മൾ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആവില്ല ചിലപ്പോൾ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിൽ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സ് എത്തിക്കുന്നത് എപ്പോഴും ആരായിരിക്കണം എന്നില്ല, പ്രൊഡ്യൂസേഴ്സ് ആവില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, നമ്മളെ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഏജൻസ് ഉണ്ടായിരിക്കും. സാധാരണ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർഷകരായിരിക്കും, പക്ഷെ അവർക്ക് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. സോ അവരാരെ ഡിപ്പെൻഡ് ചെയ്യും? സെല്ലിംഗ് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റൊക്കെ കസ്റ്റമേഴ്സാണ്, ഈ ഏജൻറ്റുകളാണ്. ഇതിന് മുന്നേ കർഷക സമരം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൽ മെയിനായിട്ട് റീസൺ ഈ ഏജൻറ്റുമാരായിരുന്നു. സോ അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. അവരുടേതായ ഒരു കമ്മീഷൻ, അവർ വെറുതെ സെയിൽ ചെയ്യില്ല, അവരെന്ത് ചെയ്യും, കമ്മീഷൻ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇവർക്കിത് അയച്ചു കൊടുക്കും ഈ പ്രൊഡക്റ്റ്. അതിനാണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എന്നിട്ടത് ആരെ ഏറ്റെടുക്കും? പ്രൊഡക്റ്റ് പറയുന്ന ഏജൻറ്റുമാരെ ഏറ്റെടുത്തു അവർ കൊടുത്തയക്കും, ഇവരെ ഏൽപ്പിക്കും. സോ അവരത് ഏറ്റെടുത്ത് എന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ റിസ്ക് ആരും ഏറ്റെടുക്കില്ല, ഈ ഏജൻറ്റുമാർ റിസ്ക് ഏറ്റെടുക്കില്ല. അവർ സെയിൽ ചെയ്തിട്ട് എന്താണോ കിട്ടുന്നത് അത് അവരുടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടാണ് ലാസ്റ്റാണ് എന്ത് ചെയ്യുക, കൊടുക്കുക. ഫുൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യുള്ളൂ, അവരുടെ കാശ് തിരിച്ചു കൊടുക്കുള്ളൂ. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മീഷൻ ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. Under this system, the agent receives the goods and undertakes to sell it on behalf of the consignor. ഈ ഒരു സിസ്റ്റം പ്രകാരം ഏജൻറ്റ് ഗുഡ്സ് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൺസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ, കൺസൈനി എന്ന് പറഞ്ഞാൽ ഏജൻറ്റ്. സോ ഏജൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺസൈനി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റിസീവ് ചെയ്തിട്ട് കൺസൈനർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, the method of working out the profit on each consignment when all goods are sold out. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോഫിറ്റ് കണക്കാക്കുന്നത് എപ്പോഴായിരിക്കും, ഈ എല്ലാം സെയിൽ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ അതിൽ വേറൊരു പ്രിപ്പറേഷൻ ഉണ്ട്, അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നൊരു പ്രിപ്പറേഷനും വരുന്നുണ്ട്. സോ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസർ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു, ഏജൻറ്റ് പ്രൊഡ്യൂസർക്ക് വേണ്ടി ഈ പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കമ്മീഷൻ എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുന്നു. സോ അതാണ് അത് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. ഇനി എന്താണ് കൺസെപ്റ്റ് ഓഫ് കൺസൈൻമെൻറ്റ്? ദാറ്റ് ഈസ് ദ പ്രൊഡ്യൂസർ ഓർ കൺസൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. കൺസൈൻമെൻറ്റ് എന്താണെന്നാണ്. When goods are sent by a manufacturer or trader to an agent to be sold by him on commission basis and at the risk and account of the former, they are said to be sent on consignment. അതായത് ഗുഡ്സ് മാനുഫാക്ചേഴ്സ് ട്രേഡേഴ്സിന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏജൻറ്റിന് അയച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സെയിലിന് വേണ്ടിയിട്ടാണ്. ഏത് ബേസിസിലായിരിക്കും? ഒരു കമ്മീഷൻ ബേസിസിലാണ് അത് അയച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? മാനുഫാക്ചറർക്ക് തന്നെയാണ് റിസ്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മളെന്ത് പറയുന്നത്, കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. In other words, producers or traders forwards his products to his selling agents appointed at different places to sell them on his behalf for an agreed commission. അതല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് ഹിസ് പ്രൊഡക്റ്റ് സെല്ലിംഗ് ഏജൻറ്റുമാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് പ്ലേസസിലായിരിക്കും. ഈ ഏജൻറ്റുമാർ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗുഡ്സ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. ടു സെൽ ദം ഓൺ ഹിസ് ബിഹാഫ് ഓർ എൻ എഗ്രീഡ് കമ്മീഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഗ്രീഡ് കമ്മീഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സെയിൽ ചെയ്യുന്നത്.
The process of sending goods on this basis by one firm to another for sale is known as consignment. അപ്പോൾ ഇവിടെ സെൻഡിങ് ഗുഡ്സ് ഓൺ ദിസ് ബേസിസ്, ഒരു ഫേമിൽ നിന്ന് മറ്റൊരു ഫേമിലേക്ക് ഇത് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സെൻഡിങ് ഗുഡ്സ് ഓൺ ദിസ് ബേസിസ് ബൈ വൺ ഫേം ടു അനദർ ഫോർ സെയിൽ ഈസ് നോൺ ആസ് കൺസൈൻമെൻറ്റ്. ആൻഡ് ദിസ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് എ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് പറയാം, കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. The consignment is outward consignment for the person who sends the goods and an inward consignment for the person who receives the goods for sale. അപ്പോൾ രണ്ട് തരം കൺസൈൻമെൻ്റ് ആണ് പറയുന്നത്. ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റും ഉണ്ട്, ഇൻവേർഡ് കൺസൈൻമെൻറ്റും ഉണ്ട്. നമുക്ക് സാധാരണ ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, ആരാണോ ഗുഡ്സ് കൊടുത്തയക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് ആണ്. ആരാണോ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻവേർഡ് കൺസൈൻമെൻ്റ് ആണ്. ഇനി പാർട്ടീസ് ടു കൺസൈൻമെൻറ്റ്, കൺസൈൻമെൻറ്റിൽ എത്ര പാർട്ടീസ് ഉണ്ടായിരിക്കും, 2 പേരാണ് അല്ലേ. ഒരാൾ ഗുഡ്സ് കൊടുത്തയക്കുന്നു, മറ്റൊരാൾ ഗുഡ്സ് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തയക്കുന്ന ആളിനെ എന്താ പറയുക, കൺസൈനർ എന്ന് പറയും. വാങ്ങുന്ന ആളിനെ കൺസൈനി എന്ന് പറയും. ദ പേഴ്സൺ ഹൂ സെൻഡ്സ് ദ ഗുഡ്സ് ടു ദ ഏജൻറ്റ് ഈസ് കോൾഡ് കൺസൈനർ ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ്, ആർക്ക് വേണ്ടിയിട്ടാണോ ഗുഡ്സ് കൊടുത്തയച്ചത് അവർ കൺസൈനി എന്ന് പറയാം. ഇനി ഇവിടെ ഇതിൽ തന്നെ പറഞ്ഞ എക്സ് സെൻസ് ഗുഡ്സ് ടു വൈ ഫോർ സെയിൽ, എക്സ് ഈസ് കൺസൈനർ ആൻഡ് വൈ ഈസ് കൺസൈനി. ദ കൺസൈനർ ഈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ കൺസൈനി ഈസ് ഏജൻറ്റ്, അങ്ങനെയും പറയാം. ഇനി ഇതോടൊരു മ്യൂച്വൽ റിലേഷൻഷിപ്സ് ആർ ഗവേൺ ബൈ ലോ ഓഫ് ഏജൻസി. ലോ ഓഫ് ഏജൻസി പ്രകാരമാണ് ഇവരുടെ ഇത് വരുന്നത്. ഓഫ് കോഴ്സ് ബൈ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദംസെൽവ്സ്. ദ കൺസൈനി ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഏജൻറ്റ് ഹു ഈസ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. കൺസൈനി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഏജൻ്റ് ആണ്. അവരുടെ കയ്യിൽ ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടായിരിക്കും. ഹി പാസസ് ദ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ടു ദോസ് ഹൂ ബൈ ഫ്രം ഹിം ഈവൻ ഇഫ് ഹി സെൽസ് ദ ഗുഡ്സ് ഇൻ contravention to the principal instructions. Suppose the consignor instructs the consignee not to sell the goods below a certain price. If the consignee sells the goods below the stipulated price, the buyer will have good title to goods. ഇപ്പോൾ ഇവിടെ കൺസൈനറാണ് ഇൻസ്ട്രക്ട് ചെയ്യുക, എന്താണ് കൺസൈനിനോട് നോട്ട് ടു സെൽ ദ ഗുഡ്സ് ബിലോ ഒരു പ്രൈസിൽ കുറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതേപോലെ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് ആര്, ഈ പറയുന്ന കൺസൈനർ. അതായത് ഏജൻറ്റിൻ്റെ അടുത്തു നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നത് എങ്കിലും വാങ്ങുന്ന ആൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, ഉടമസ്ഥാവകാശം കിട്ടുന്നുണ്ട്. ഏജൻ്റാണ് വിൽക്കുന്നതെങ്കിലും ഏജൻറ്റ് ആക്ട് ചെയ്യുന്നത് ഓൺ ഇൻസ്ട്രക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്ന് പറയുന്ന കൺസൈനറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ആര് പ്രവർത്തിക്കുന്നത്, കൺസൈനി പ്രവർത്തിക്കുന്നത്. എന്നാലും കൺസൈനിയുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ഗുഡ്സിന് ആർക്ക് ഉടമസ്ഥാവകാശമുണ്ട്, കസ്റ്റമേഴ്സിന് എന്തുണ്ടാവും, ടൈറ്റിൽ കിട്ടുന്നുണ്ട്, ഗുഡ് ടൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ചില സമയത്ത് കൺസൈനർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അതിന് കുറച്ചിട്ട്, അതായത് ഇപ്പോൾ കൺസൈനർ പറഞ്ഞു അല്ലെങ്കിൽ അതായത് ഈ പറയുന്ന പ്രൊഡ്യൂസർ പറഞ്ഞു ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, അതിലും കുറച്ചിട്ടാണ് ഏജൻറ്റ് വിൽക്കുന്നത് എങ്കിലും കസ്റ്റമേഴ്സിന് ഗുഡ് ടൈറ്റിൽ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഡാമേജസ് എന്തെങ്കിലും വന്നു, നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുക്കണം, ഏജൻറ്റ് ഈ പറയുന്ന കൺസൈനർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ എല്ലാ ഏജൻറ്റുമാരെ പോലെ ശരിയായിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഏജൻറ്റ് കൺസൈനർക്ക് കൊടുക്കണം. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ്. ഗുഡ്സ് ആർ ഫോർവേഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഫോർ എ പ്രോഫിറ്റ്. എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കൺസൈനർ കൊടുത്തയക്കുകയാണ് കൺസൈനിക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ എ ഒബ്ജക്റ്റീവ് ഓഫ് സെയിൽസ്, ഒരു സെയിലിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് കൊടുത്തയക്കുന്നതാണ് കൺസൈൻമെൻറ്റ്.
Under the consignment, goods are to be treated as the property of the consignor and to be sold at his risk entirely. ഇനി കൺസൈൻമെൻറ്റ് പ്രകാരം സാധനങ്ങളുടെ ഗുഡ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് ദ കൺസൈനർ. അതായത് പ്രൊഡ്യൂസറുടെ ഗുഡ്സ് എന്ന രീതിയിൽ തന്നെയാണ് അവിടെ സെയിൽ നടക്കുന്നത്. സോ അതിൻ്റെ റിസ്ക് മുഴുവനും ആർക്ക് തന്നെയാണ്? പ്രൊഡ്യൂസർക്ക് തന്നെയാണ്. ഏജൻറ്റിന് യാതൊരു റിസ്ക്കും ഉണ്ടാവില്ല. ദ കൺസൈനി എന്ന് പറയുന്നത് ഏജൻ്റാണ്. സോ കൺസൈനി ഡസ് നോട്ട് ബൈ ദ ഗുഡ്സ്, ഹി മിയർലി അണ്ടർടേക്സ് ടു സെൽ ദം ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ. അതായത് കൺസൈനി ഒരിക്കലും പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, ഏജൻറ്റ് വാങ്ങുന്നില്ല. ഏജൻറ്റ് ഈ പറയുന്ന പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കൺസൈനർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഏജൻറ്റ് അല്ലെങ്കിൽ കൺസൈനി ചെയ്യുന്നത്. സോ ഹീ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഓർ ഡാമേജ് ടു ദ ഗുഡ്സ്. ഗുഡ്സിനുണ്ടാവുന്ന ഒരു ഡാമേജിനും ഒരു ഡിസ്ട്രക്ഷനും ആരും ഉത്തരവാദിയല്ല? കൺസൈനി ഉത്തരവാദിയല്ല. The consignor does not sell the goods to the consignee, and therefore he can not ask the consignee to pay the price of the goods unless they are sold and sale process are actually realized. So the consignor എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കൺസൈനിക്ക് ഗുഡ്സ് വിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൺസൈനിനോട് പൈസ ചോദിക്കാനുള്ള റൈറ്റ് മാർക്കില്ല, കൺസൈനർക്ക് ഇല്ല. ഫുൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആര് കൊടുക്കുള്ളൂ? കൺസൈനർക്ക് പ്രൈസ് കൊടുക്കുള്ളൂ. ദ കൺസൈനി എഗ്രീസ് ടു സെൽ ദ ഗുഡ്സ് ഫോർ ആൻ എഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ ആൻഡ് ഈസ് അലൗഡ് ടു ഡിഡക്ട് ഹിസ് കമ്മീഷൻ ഡ്യൂ ഫ്രം ദ സെയിൽ പ്രൊസീഡ്സ്. ഇനി കൺസൈനി എന്ത് ചെയ്യുന്നുണ്ട്? എഗ്രി ടു സെൽ ദ ഗുഡ്സ്, സാധനങ്ങൾ വിൽക്കാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഫോർ ആൻ എഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ, നമ്മൾ വെറുതെ അല്ല, ഒരു എഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ ഉണ്ടായിരിക്കും. ആ കമ്മീഷൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? അലൗഡ് ടു ഡിഡക്ട് ഹിസ് കമ്മീഷൻ ഡ്യൂ ഫ്രം ദ സെയിൽ പ്രൊസീഡ്സ്. ഈ കമ്മീഷൻ എവിടെ നിന്നാണ് വിൽക്കുക? കുറയ്ക്കുക, സെയിൽസ് നിന്നാണ് കുറയ്ക്കുക. ദ ഏജൻറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ പിക്ചർ ഓൺലി വെൻ ഹീ സെൽസ് ദ ഗുഡ്സ് ആൻഡ് റിയലൈസസ് ദ എമൗണ്ട്. ഏജൻറ്റ് പിക്ചറിൽ വരുന്നത് എപ്പോൾ മാത്രമായിരിക്കും? ഇത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് കമ്മീഷൻ വാങ്ങുമ്പോൾ മാത്രമാണ് ഏജൻറ്റിൻ്റെ പേര് അവിടെ വരുന്നുള്ളൂ. സോ ഹീ ഈസ് ബിക്കം ഇൻഡപ്റ്റഡ് ഫോർ എമൗണ്ട്സ് റിയലൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പലിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ആൻഡ് ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് പോലെ തന്നെയാണ് കൺസൈനർ ആൻഡ് കൺസൈനിയുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് എ സെയിൽ. വാട്ട് എവർ ദ കൺസൈനി ഡസ് ഈസ് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ. ഇതൊരു സെയിലല്ല. ഇവിടെ കൺസൈനി എന്ത് ചെയ്താലും അത് കൺസൈനർക്ക് വേണ്ടിയിട്ടാണ്. So there is legitimate expenses incurred by the consignee for receiving the selling and distribution should be reimbursed. അതേപോലെ തന്നെ എന്തെല്ലാം എക്സ്പെൻസുകൾ ഈ കൺസൈനിക്ക് വന്നിട്ടുണ്ട്, സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡീം ചെയ്യണം. സോ റീഇംബേഴ്സ് ചെയ്യണം, അതൊക്കെ കൊടുക്കണം. ആർക്ക്? ഈ പറയുന്ന കൺസൈനിക്ക് കൺസൈനർ കൊടുക്കണം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഏജൻറ്റിന് കൊടുക്കണം. സോ പ്രൊഡ്യൂസർ കൊടുക്കണം. അതന്നെ. എനി സ്റ്റോക്ക് റിമൈനിങ് അൺസോൾഡ് വിത്ത് ദ കൺസൈനി ബിലോങ്സ് ടു ദ കൺസൈനർ. പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ വിൽക്കാൻ ബാക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? അത് ആരുടെയാണ്? വിൽക്കാൻ ബാലൻസ് ഉള്ളത് എപ്പോഴും കൺസൈനറുടെ ഗുഡ്സ് ആയിരിക്കും. പിന്നെ ആസ് ദ കൺസൈനി ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ, ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ബിലോങ്സ് ടു ദ കൺസൈനർ. അതേപോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നതും ആർക്കുള്ളത് തന്നെയാണ്? കൺസൈനർക്കുള്ളതാണ്. ലാഭം എന്ന് പറയുന്നത് കൺസൈനർക്കുള്ളതായിരിക്കും. സോ അതാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിലത്തെ പോയിൻറ്റ്സ് തന്നെയാണ് പറയുന്നത്. ഇനി സെയിലും കൺസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സെയിൽസിൻ്റെ കേസിൽ എന്താണ്? സെയിൽസിൻ്റെ കേസിൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു സെയിൽ, സാധാരണ ഒരു സെയിലിൻ്റെ കേസിൽ അവിടെ സെല്ലറും ബയറും ആണ് ഉണ്ടാവുക. കൺസൈൻമെൻറ്റിൽ ആരുണ്ടാവുക? കൺസൈനറും കൺസൈനിയാണ് ഉണ്ടാവുക. ഇനി ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെയിലിൻ്റെ കേസിൽ നമ്മൾ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം സെല്ലർ ടു ദ ബയർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബയർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓണർഷിപ്പ് കൈമാറുന്നുണ്ട്. ബട്ട് ഇൻ കൺസൈൻമെൻറ്റ് ലീഗൽ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ്. അവിടെ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല.
അതെപ്പോഴും കൺസൈനറുടെ സെയിൽ ചെയ്യുന്നത് വരെ ഇതിൻ്റെ ഓണർഷിപ്പ് കൺസൈനറുടെ അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ അടുത്ത് തന്നെയാണ്. കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് മാറുന്നു. ഏജൻറ്റ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഓണർഷിപ്പ് ഏജൻറ്റിന് കിട്ടുന്നില്ല. റിലേഷൻഷിപ്പ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ബയർ ഈസ് ദാറ്റ് ഓഫ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. സെല്ലർ ആൻഡ് ബയർ എന്ന് പറയുമ്പോൾ അവിടെ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ റിലേഷൻഷിപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ കൺസൈനറും കൺസൈനി എന്ന് പറയുമ്പോൾ അവിടെ റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. പിന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ സെയിൽ ഓഫ് ഗുഡ്സ് ആർ ബോൺ ബൈ ദി ബയർ. ഇനി നമുക്ക് എക്സ്പെൻസസ്, സെയിൽ ഓഫ് ഗുഡ്സിന് ശേഷം വരുന്ന എക്സ്പെൻസൊക്കെ ആരെന്നെ വഹിക്കണം, ബയറിനെ വഹിക്കണം. പക്ഷേ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി ഇൻ കൺസൈൻ, അതായത് ഈ പക്ഷേ കൺസൈൻമെൻറ്റിൽ ഇത് കൺസൈൻമെൻറ്റ് കൊടുത്തയച്ചതിന് ശേഷം ഏജൻറ്റിനുണ്ടാവുന്ന എല്ലാ എക്സ്പെൻസുകളും ആരെന്നെ സഹിക്കണം, കൺസൈനറിനെ സഹിക്കണം. ഓക്കെ, നെക്സ്റ്റ് റിസ്ക് ആണ്. റിസ്ക് അറ്റാച്ച് ദ ഗുഡ്സ് സോൾഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഓഫ് ഗുഡ്സ് സൂൺ ആസ് ഗുഡ്സ് ഈസ് സോൾഡ്. ഇവിടെ റിസ്ക് എന്ന് പറയും, എക്സ്പെൻസ് പോലെ തന്നെയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റിസ്ക് ഉണ്ടെങ്കിലും അതും എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി എന്തും ട്രാൻസ്ഫർ ആവുന്നുണ്ട്, റിസ്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതായത് സെയിൽ ചെയ്തതിന് ശേഷം ഈ സാധനം താഴെ വീണ് എന്ത് ചെയ്താലും നശിച്ചാലും ആരെങ്കിലും അത് സഹിക്കണം. നമ്മൾ കടയിൽ സാധനം വാങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന കൺസൈൻമെൻറ്റിൽ ഏജൻറ്റിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ആര് പരിഹരിക്കണം, ഈ പറയുന്ന കൺസൈനർ പരിഹരിക്കണം. ഇൻ കേസ് അത് കേടുവന്ന് പോയാലോ ഡിസ്ട്രോയ് ചെയ്താലോ ഒക്കെ ആരെന്നെ സഹിക്കണം, ഈ പറയുന്ന കൺസൈനർ, അതായത് പ്രൊഡ്യൂസർ സഹിക്കണം, കസ്റ്റമറല്ല. അതായത് കസ്റ്റമറും അല്ല, ഈ പറയുന്ന പ്രൊഡ്യൂസറും അതേപോലെ തന്നെ ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റിട്ടേൺ ഓഫ് ഗുഡ്സ്, നമുക്ക് ഈ പറയുന്ന സെയിൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് റിട്ടേൺ എന്ന് പറയുന്നത് സാധ്യമല്ല. സെയിൽ ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് കൺസൈൻമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിൽക്കാത്ത പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ച് ഏജൻറ്റ് ആർക്ക് കൊടുക്കും, ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺസൈനർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അക്കൗണ്ട് സെയിൽ, നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് എവിടെ വേണ്ടെന്നാണ് പറയുന്നത്, സാധാരണ ആവശ്യമില്ല, പറയുന്ന സെയിൽസിൽ ആവശ്യമില്ല. പക്ഷെ അതെവിടെ വരുന്നുണ്ട്, നമ്മുടെ കൺസൈൻമെൻറ്റിൽ വരുന്നുണ്ട്. അക്കൗണ്ട് സെയിൽ ഹാസ് ടു ബി സബ്മിറ്റഡ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ. അത് കൺസൈനർക്ക് കൊടുക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്റ്റാറ്റസ്, എത്ര വിറ്റു, സെയിൽ ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇനി അൺസോൾഡ് ഗുഡ്സ്, ഇവിടെ അൺസോൾഡ് ഗുഡ്സിനെ കുറിച്ച് സെല്ലർക്കൊന്നും ചെയ്യാനില്ല. വിൽക്കാത്ത ഗുഡ്സ് കയ്യിൽ വെക്കുക. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൺസൈനറെ സംബന്ധിച്ചിടത്തോളം അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി വിൽ ബി ട്രീറ്റഡ് ആസ് സ്റ്റോക്ക് ഓഫ് ദ കൺസൈനർ. ഇവിടെ കൺസൈനറുടെ സ്റ്റോക്കായിട്ട്, കൺസൈനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് വെച്ചാലും അത് ആരുടെ സ്റ്റോക്കാണ്, കൺസൈനറുടെ സ്റ്റോക്കായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് കൺസൈൻമെൻറ്റ്. ഓക്കെ.